വെൽക്കം ടു ക്രിയേറ്റീവ് ക്യാൻവാസ്. നമുക്കിന്ന് ജേണലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് നമ്മുടെ മെയിൻ ആള് വാഷി ടേപ്പാണ്, പിന്നെ ഒരു പാറ്റേൺ പേപ്പർ. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം ഉണ്ടാക്കാനായിട്ട് A4 പേപ്പർ ഇതേപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ബ്ലേഡ് വെച്ചിട്ടാണ്, നിങ്ങൾക്ക് കത്രിക വെച്ചിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഹാഫാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, നമ്മളതിന് ശേഷം കത്രിക വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ വാഷി ടേപ്പിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തിട്ടുണ്ടെങ്കിൽ കാണുക. പക്ഷേ ഇതൊക്കെ അതിലും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഡിസൈൻസാണ് ഞാനിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഹാഫാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ A4 പേപ്പറിന് വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വൈറ്റ് പേപ്പർ വെച്ച് ചെയ്താൽ മതി. ഞാൻ ഒരുപാട് സ്ട്രിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാൻ 2 വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 2 ഇത്ര ആവശ്യമില്ല, ഒരു 6 ഷീറ്റോളം മതിയാവും 2, അതായത് ഒരു 3 വെച്ചിട്ട് ഓരോന്നിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ, ഇത്രയൊന്നും ആവശ്യമില്ല. ശേഷം നമ്മൾ അതിലൊരു പേപ്പർ എടുക്കുക, അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചെടുക്കുക. അപ്പോൾ ഞാൻ വരയ്ക്കുന്ന ഡിസൈൻ തന്നെ വരയ്ക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് ഇവിടെ കാണിച്ചിരുന്നത്. ജസ്റ്റ് നമ്മൾ ഇതേപോലെ വയലറ്റ് കളർ എടുക്കുക, തന്നെ സ്കെയിൽ വെച്ചിട്ട് നീളത്തിൽ വരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 3 വര ആ പേപ്പറിൽ നമുക്ക് കൊള്ളും. മാക്സിമം ഒരേ നീളത്തിൽ കട്ട് ചെയ്യാൻ, നീളത്തിൽ വരയ്ക്കാനും വീതിയൊക്കെ കറക്റ്റാക്കിയിട്ട് തന്നെ ഇതാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സ്ട്രിപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടായിരിക്കും കാണാനായിട്ട്. 3 വരെയാണ് നമ്മൾ വരച്ചെടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് 2 കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാവും 2 ചെയ്തെടുത്താൽ. അതിനുശേഷം നമ്മൾ ഒരു പേപ്പർ എടുക്കുക, അതിൻ്റെ തട്ടത്തായിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മറ്റേ സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നമ്മളെല്ലാ സ്റ്റെപ്പിലും എല്ലാ വാഷി ടേപ്പിലും ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് പകരം വേറെ പശയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, സ്റ്റിക്കോ ഗ്ലൂ സ്റ്റിക്കോ ഒക്കെ. ശേഷം 2ാമത്തെ സ്ട്രിപ്പിലും ഗമ്മ് തേച്ചിട്ട് 3ാമത്തെ അതിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതേപോലെ നീളത്തിലുള്ളൊരു പേപ്പറായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയുള്ള 1ാമത്തെ ഡിസൈന്. ഇതിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. ഞാനിപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതിയിലാണ് ചെയ്തെടുത്തുള്ളത്. അതിനുശേഷം നമുക്കത് റോൾ ചെയ്ത് വെക്കാനായിട്ട് ഇതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ക്യാൻ എടുക്കാം. ഞാനിപ്പോൾ ഇതേപോലൊരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഡിസൈൻസൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ കളഞ്ഞതാണ്. ശേഷം ഒരേപോലെ വര കിട്ടാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വരച്ച ശേഷം നമ്മൾ ജസ്റ്റ് അത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം, നമ്മൾ വരച്ച വരയിലൂടെ. ഞാൻ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കത്തിയോ കത്രികയൊക്കെ വെച്ച് ചെയ്യാം, കുട്ടികളാണെങ്കിൽ കത്രികയൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ആ വരയ്ക്ക് ഒത്തിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒരു നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ട് അതും ഒന്ന് വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ റേഡിയസ് ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു സൂത്രപ്പണി ചെയ്യുന്നത് കേട്ടോ, റേഡിയസും കൊടുത്തൊക്കെ ശരിയാക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നീളത്തിലുള്ള ഇത് നമുക്ക് കിട്ടും. അത് വീണ്ടും നമ്മൾ ഹാഫാക്കിയിട്ട്, അതായത് പകുതിയിലൂടെ വീണ്ടും കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ 2 ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു പീസ് ഉണ്ടല്ലോ, അത് വീണ്ടും ഹാഫാക്കി കഴിഞ്ഞാൽ ഒന്നിൽ തന്നെ നമുക്ക് 2 കിട്ടും. ഞാനിപ്പോൾ 2 ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ വീണ്ടും ഹാഫാക്കുന്നില്ല. നിങ്ങൾക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്താൽ മതിയാവും. ശേഷം അത് ചെറുതാക്കി റോൾ ചെയ്യാണ് ഞാൻ. കണ്ടോ, വളരെ ചെറുതാക്കി റോൾ ചെയ്യുന്നു. അതിനുശേഷം മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് അതൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേ പീസും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് ചെറിയ റേഡിയസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് മാസ്കിൻ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ദെൻ നമ്മൾ 1ാമതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സ്ട്രിപ്പ് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചുറ്റിച്ചെടുക്കണം, ഫുള്ള് ചെയ്യണം. അപ്പം 3 പീസ് എടുത്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നീളത്തിൽ തന്നെ കിട്ടും. A4 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല നീളമുണ്ട് പേപ്പർ. 3 തന്നെ മതിയാവും. ഇതേപോലെ അതിൻ്റെ മേൽക്കൂടി ഇതിന് പകരം നിങ്ങൾക്ക് പല പേപ്പർ യൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ
പ്രിൻ്റ് അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരുപാട് നമുക്ക് കിട്ടും. കാരണം കുറച്ച് കട്ടി കുറവാണെങ്കിലും സംഭവം പരിപാടിയൊക്കെ ആകുമ്പോൾ നടക്കും. ഓക്കെ, ഞാൻ A4 പേപ്പറാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. ശേഷം അവസാനം തെറ്റത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു വൈറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ വാച്ചിനൊക്കെ ഇടുന്ന കണക്ക് ഇട്ട് കൊടുക്കുക. അതിന് ബാക്ക് സൈഡിലായിട്ട് ഗമ്മ് തേച്ചിട്ട് അത് മറ്റേ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് അനക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ അനക്കാനും നൂർത്താനും ഒക്കെ പറ്റും. വലിച്ചാൽ പോലും അത് കുഴപ്പമാവാതെ വരും ശരിക്ക്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ബാക്കിയുള്ള ഒരു പേപ്പർ എടുക്കുക. 3 മതിയാവും. ടോട്ടൽ 6 പീസ് മതി. ഞാൻ ഒരുപാട് മുറിച്ച് വെച്ചു. ഇനി വീഡിയോസിൽ നമുക്ക് പുതിയ പുതിയ ഡിസൈൻസ് പരിചയപ്പെടാം. ഇനി വാട്ടർ കളർ വെച്ചുള്ള ഡിസൈൻസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മളൊരു പേപ്പർ എടുക്കുക. അതിൽ എല്ലാവർക്കും പറ്റുന്ന സിമ്പിൾ ഡിസൈനാണ് ഞാൻ വരച്ചിരിക്കുന്നത്. കുറച്ച് കുത്തുകളും പല ഷേപ്പിലുള്ള ഡോട്ടുകൾ വെച്ചിട്ടാണ് ഞാനത് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം, പല ഡിസൈനും കൊടുക്കാം. ഓക്കെ, പെന്ന് വെച്ചിട്ട് ഡോട്ട് ഇട്ടാലും മതി. ഞാൻ സ്കെച്ച് കളറാണ് യൂസ് ചെയ്യുന്നത്, റെഡ്. ഇതേപോലെ പല ഡിസൈനിൽ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. ചെറിയ കുത്ത്, വലിയ കുത്ത്, ചെറിയ കുത്ത്, ആ ഒരു രീതിയിൽ മൊത്തത്തിലൊന്ന് റെഡ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. 3 സ്ട്രിപ്പിൽ ഇതേപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വരച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ട് കാണാനായിട്ട്. ഭംഗിയൊക്കെ ഉണ്ട് കാണാനായിട്ട്. സിമ്പിളാണെങ്കിലും അടിപൊളിയാണ്. കണ്ടോ, ഇതേപോലെ 3 ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മളൊരു സ്ട്രിപ്പ് എടുക്കുക, അതിൻ്റെ തട്ടത്തായിട്ട് പശ തേക്കുക. നമ്മൾ മറ്റേ അതേ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിയായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ചിലപ്പോൾ വീതി വ്യത്യാസം ഉണ്ടായിരിക്കും പല സ്ട്രിപ്പും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതേപോലെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വലിയൊരു ഷീറ്റായിട്ട് കിട്ടും. മറ്റേ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോളിലേക്ക് ഇതൊന്ന് നമ്മൾ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ എൻഡിങ്ങിലിടുന്ന ഒരു പേപ്പറിൻ്റെ ഭാഗം സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. എൻഡിങ്ങിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോഴുന്നൊരു പേപ്പർ ഉണ്ടല്ലോ, നമുക്ക് ഫസ്റ്റിലും കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ലൂസാവാതെ ഇരുന്നോളും. ഓക്കെ, അതിന് ശേഷം നമ്മൾ വൈറ്റ് പേപ്പർ എടുക്കുക. ഇത് ചെയ്ത അതേ പ്രൊസീജിയർ ചെയ്യുക കേട്ടോ. പക്ഷേ തേക്കുക ബാക്കിലായിട്ട്, അതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ എക്സസ് വരുന്ന ഭാഗമുണ്ട്, ചെറിയൊരു പീസ് ബാക്കിയുണ്ടായിരുന്നു, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതേപോലെ വലിച്ചാലും ഒരു പ്രശ്നവും പറ്റില്ല കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും വലിച്ചുപയോഗിക്കാം, അതേപോലെ തന്നെ കയറ്റി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വാഷി ടൈപ്പിൻ്റെ വീഡിയോ. ഓക്കെ, ഉണ്ടോ, രണ്ടും നമുക്ക് ഇതേപോലെ വലിച്ച് തരുന്നുണ്ട്. അപ്പോൾ 2 ഡിസൈൻ ഇതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐറ്റം എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഇതേപോലൊരു പേപ്പർ എടുക്കുക. അതൊരു ബുക്കിൻ്റെ പേപ്പറാണ് കേട്ടോ. അതൊന്ന് ഹാഫ് ആക്കുക നീളത്തിൽ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ഹാഫ് ആക്കണം, കാരണം നമുക്ക് മെഷർമെൻറ്റ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ശേഷം നമ്മൾ ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ കോണാക്കിയിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ്. അപ്പം നമുക്ക് ചെയ്തപ്പോൾ 6 പീസ് കിട്ടി. ഞാൻ 4 ഡിസൈനോടെ കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ പേപ്പർ എടുക്കുക. ഇതേപോലെ നമ്മൾ ഫ്ലവറിനൊക്കെ മടക്കുന്ന രീതിയിലൊന്ന് മടക്കിയെടുക്കണം. ശേഷം നമ്മൾ ഫ്ലവറിൻ്റെ അതേ ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കുക. വലിയൊരു ഇതൊന്നും വേണ്ട, ചെറിയ രീതിയിലൊന്ന് വളച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി പൂവുള്ള ഡിസൈനായിട്ട് കിട്ടും. ഓക്കെ, ശേഷം വീണ്ടും അതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ട്രയാങ്കിൾ, അതിനകത്ത് ചെറിയൊരു ട്രയാങ്കിൾ വരച്ചിട്ടൊന്ന് കത്രിക വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ ട്രയാങ്കിൾ മതിയാവും. 2 സൈഡിൽ അതേപോലെ കട്ട് ചെയ്യുക. ദെൻ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു അടിപൊളി പാറ്റേൺ പേപ്പറായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇതേപോലെ അടിപൊളിയായിട്ടുള്ള പേപ്പറായിട്ട് കിട്ടും. അതേപോലെ നമുക്ക് ഞാനൊരു 3 ഡിസൈൻ കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉം പുതിയ ഡിസൈൻസാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.